പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ദില്ലിയിൽ നടന്നു വരുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം, ആ സമരത്തെ അനുകൂലിച്ചും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും അതേപോലെ തന്നെ ആ സമരത്തെ എതിർത്തും കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചും നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. കേരളത്തിലെ ചില സിനിമാ താരങ്ങൾ, അതേപോലെ മറ്റു ചില രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, ചില ബുദ്ധിജീവികൾ, ചില സാംസ്കാരിക നായന്മാരൊക്കെ ഈ സമരത്തെ അനുകൂലിച്ചും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വരികയുണ്ടായി. ഹിന്ദി സിനിമയിലെ സൽമാൻ ഖാനും അതേപോലെ തന്നെ ക്രിക്കറ്റ് താരമായിരുന്ന ശിഖർ ധവാനും ഒക്കെ ഈ സമരത്തെ വിമർശിച്ചും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചും അവരുടെ അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം നടിയായ ആകാംക്ഷ പുരി ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ മാധ്യമങ്ങളോട് നടത്തി. അവർ പറയുന്നത് CJP സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് വലിയ തോതിൽ പണം ഓഫർ ചെയ്യുന്നുണ്ട് എന്നാണ്. അതേപോലെ തന്നെ ഈ സമരത്തെ അനുകൂലിച്ച് റീൽസുകൾ ചെയ്യുന്ന, വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക്, ക്രിയേറ്റേഴ്സിന് പണം നൽകുന്നുണ്ട്. ഈ സമരത്തെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് ചെല്ലുന്ന സെലിബ്രിറ്റികൾക്ക് വിമാന ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ആകാംക്ഷ പുരി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടയിൽ 2-3 ദിവസങ്ങളായിട്ട് മലയാളത്തിലെ മെഗാ താരങ്ങൾ, അതേപോലെ തന്നെ മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള മുൻനിര താരങ്ങൾ, പിൻനിര താരങ്ങൾ, അതുപോലെ തന്നെ മലയാളത്തിലേക്ക് കാലുവെക്കാൻ പോകുന്ന, രംഗപ്രവേശനം നടത്താൻ പോകുന്ന പുതിയ ചില സിനിമാ താരങ്ങൾ, അതേപോലെ തന്നെ മലയാള സിനിമയിൽ പിച്ച വെച്ച് തുടങ്ങിയിട്ടുള്ള ചില താരങ്ങൾ, ഇവരൊക്കെ തന്നെ ഈ CJP സമരത്തെ അനുകൂലിച്ചും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും ഒക്കെ രംഗത്ത് വരികയുണ്ടായി. കൺമുന്നിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കാണാതെ ദൂരെയുള്ള പ്രശ്നങ്ങളെ മാത്രം കാണുന്ന മലയാള സിനിമാ താരങ്ങളുടെ ഈ നിലപാടുകളെ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം പലരും വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ നടക്കുന്ന ജീവിക്കാൻ വേണ്ടിയുള്ള ആശാസമരം പോലെയുള്ള സമരങ്ങൾ, PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ മുട്ടിലിഴയൽ സമരങ്ങൾ, അതേപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ മണ്ണ് വാരി തിന്നൽ സമരങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി സമരങ്ങൾ കേരളത്തിൽ നടക്കുന്നു. ഇങ്ങനെയുള്ള സമരങ്ങളൊന്നും കാണാതെ, അതിനെതിരെ ഒരു വാക്ക് പോലും ഉരിയാടാതെ ദൂരെ നടക്കുന്ന സമരത്തെ മാത്രം പിന്തുണയ്ക്കുന്ന, അതേപോലെ തന്നെ ചില സെലക്റ്റീവ് നിലപാടുകൾ മാത്രം സ്വീകരിക്കുന്ന, CAA സമരത്തിലായാലും ലക്ഷദ്വീപിൻ്റെ സമരത്തിലായാലും അങ്ങനെ ചില അവർക്ക് തോന്നുന്നു എന്ന് ഉള്ള ചില സമരങ്ങൾ, ചില സെലക്റ്റീവായിട്ടുള്ള സമരങ്ങളിൽ മാത്രം നിലപാടുകൾ സ്വീകരിക്കുന്ന, പ്രസ്താവനകൾ നടത്തുന്ന മലയാളത്തിലെ സിനിമാ താരങ്ങളെ ഇതിനോടകം തന്നെ അവരുടെ പല നിലപാടുകളെയും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റ് സാമാന്യ ജനസമൂഹവും ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് അവർ വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇന്നലെ മലയാള നടിയും അവതാരകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഒക്കെ ആയിട്ടുള്ള ശ്രീമതി പേളി മാണി അവർ ഈ സമരത്തെ സംബന്ധിക്കുന്ന അവരുടെ അഭിപ്രായം മുന്നോട്ട് വെച്ചു. അവർ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിൽ വെച്ച ഒരു കുറിപ്പിൽ അവർ ഈ സമരത്തിൻ്റെ പ്രത്യേകമായ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല, അതേപോലെ പ്രത്യേകമായിട്ട് അവർ ആരെയും വിമർശിക്കുന്നില്ല. അവർ പറഞ്ഞത് അവർ കണ്ട ഒരു കാഴ്ചയാണ്. അവർ ആ കുറിപ്പിൽ പറയുന്നത്, ഞാൻ ദില്ലിയിലെ സമരത്തിൽ കുട്ടികളും അതേപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒരുപോലെ ആക്രമിക്കപ്പെടുന്നത് കണ്ടു. അക്രമവും ഹിംസയും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ള കാര്യമല്ല. ഒരു സമരം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് അതെങ്ങനെ ആരംഭിച്ചു എന്നുള്ളത് മാത്രമല്ല, അത് ആരംഭിച്ചിടത്തു നിന്ന് അതെങ്ങനെ മുന്നോട്ട് പോയി എന്നുകൂടി നോക്കിയാണ് എന്ന് അവർ ഈ കുറിപ്പിൽ പറഞ്ഞു. നോക്കണം, ഈ കുറിപ്പിൽ അവർ ഒരു തരത്തിലും ആരെങ്കിലും പ്രത്യേകമായി പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഈ കുറിപ്പ് അവരിട്ടതിന് ശേഷം വലിയ തോതിൽ അവർക്ക് സൈബർ അറ്റാക്ക്, വിമർശനം നേരിടേണ്ടി വന്നു. പ്രത്യേകമായിട്ടും ഈ സമരത്തെ അനുകൂലിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നാണ് ആ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ വലിയ തോതിലുള്ള വിമർശനവും വലിയ തോതിലുള്ള സൈബർ അറ്റാക്കും അവർക്ക് നേരിടേണ്ടി വന്നു. മാത്രമല്ല, അവർക്ക് 2 പെൺമക്കളാണുള്ളത്. ആ കുട്ടികളുടെ കാര്യം നിങ്ങൾ ആലോചിക്കണം, അവരുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ജീവൻ കുറിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ, ഭയമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മറുപടിയായിട്ട് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് അവർക്ക് നേരെ വ്യാപകമായ വിമർശനവും സൈബർ അറ്റാക്കും ഉണ്ടായ സമയത്ത്
അവർ ഈ കുറിപ്പ് പിൻവലിച്ചിട്ട് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ വീണ്ടും ഒരു പോസ്റ്റ് അവരിടുകയുണ്ടായി. ആ പോസ്റ്റിൽ അവർ പറയുന്നത് അവരുടെ പെൺമക്കളുടെ സുരക്ഷയെ ഒക്കെ ചോദിച്ചുകൊണ്ട് അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് അവർക്ക് എതിരെ സൈബർ അറ്റാക്ക് ഉണ്ടായി. അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്ക് പറയാൻ ആരെയും പേടിയുമില്ല. എൻ്റെ മക്കളെ ആരെങ്കിലും കൈവെക്കുന്നതിന് മുമ്പ് ഞാനിവിടെ ജീവനോടെ ഉണ്ട് എന്ന് ആലോചിക്കണം എന്നൊക്കെ മറുപടിയായിട്ട് അവരൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ അവർ അഭിമാനത്തോടു കൂടി അതേപോലെ തന്നെ കൃത്യമായിട്ട് അവർ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം എന്ന് പറയുന്നത് കാവിയാണ്. ആ കാവി കളർ ദേശീയ പതാകയിൽ കാവി കളർ വരുന്ന സമയത്താണ് ഏറ്റവും മനോഹരമായിട്ട് തോന്നുക എന്നവർ കൃത്യമായിട്ട് അവരുടെ ഒരു നിലപാട് ആ പോസ്റ്റിൽ അവർ പറഞ്ഞു. അതിനുശേഷവും വലിയ വിമർശനവും അതേപോലെ തന്നെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്കും അവർക്ക് നേരെ ഉണ്ടായി. പക്ഷെ അവർ ആത്മവിശ്വാസത്തോടു കൂടി തൻ്റെ ഇടത്തോടു കൂടി തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്ന് ആ നിലപാട് അവർ ഉറക്കെ പറയുകയാണ്, സോഷ്യൽ മീഡിയയിൽ ഉറക്കെ പറയുകയാണ് ചെയ്തത്. കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ചില മലയാളികളുടെ ചിന്ത എന്ന് പറയുന്നത്, അവർ ഏതെങ്കിലും സമരത്തെ അനുകൂലിക്കുകയാണെങ്കിൽ ആ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പ്രസ്താവനകൾ നടത്തിയാൽ അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് പറയുകയും അതേപോലെ തന്നെ അവരനുകൂലിക്കുന്ന സമരത്തെ മറ്റാരെങ്കിലും വിമർശിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിച്ചാൽ അതിനെതിരെ സൈബർ അറ്റാക്ക് നടത്തുകയും അവരെ അതേപോലെ തന്നെ അവരുടെ കുടുംബത്തെ അടക്കം കുടുംബാംഗങ്ങളെ അടക്കം ആക്ഷേപിച്ചുകൊണ്ട് സൈബർ അറ്റാക്ക് നടത്തുക എന്നുള്ളതാണ് കേരളത്തിലെ ചില ആളുകളുടെ ഒരു പ്രബുദ്ധത എന്ന് പറയും. പേളി മാണിയുടെ ഈ അഭിപ്രായം പുറത്തു വന്നതിന് ശേഷം ഈ കാര്യം മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പല മാധ്യമങ്ങളിലും വാർത്തയായിട്ട് വരികയുണ്ടായി. മനോരമ ഈ വാർത്തയിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു ഇരട്ടത്താപ്പിനെ സംബന്ധിച്ചാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നോക്കൂ, മനോരമ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതിന് 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് മോഹൻലാലിൻ്റെ മകൾ നടിയാകാൻ പോകുന്ന വിസ്മയ അവര് ഈ CJPയുടെ സമരത്തെ അനുകൂലിച്ച് പ്രസ്താവന ഇറക്കിയത് അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പറഞ്ഞ സമയത്ത് മനോരമ കൊടുത്ത വാർത്ത എന്ന് പറയുന്നത് വിസ്മയക്ക് നേരെ സൈബർ ആക്രമണം എന്നാണ്. മാത്രമല്ല മോഹൻലാലിനെതിരെയും സൈബർ ആക്രമണം, മകളെ വകതിരിവ് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു എന്ന രീതിയിൽ സൈബർ ആക്രമണം മോഹൻലാലിന് നേരെയും വിസ്മയക്ക് നേരെയും ഉണ്ടായെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. അതേ മനോരമ പേളി മാണിയുടെ വിഷയം വന്നപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് നോക്കൂ. അവർ പറയുന്നത് കാവി നിറമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞ പേളി മാണി, ആ പേളി മാണിക്കെതിരെ മനോരമ വാർത്ത കൊടുക്കുന്നു. ഈ കാര്യം പറഞ്ഞ നടിക്കെതിരെ വിമർശനം. അപ്പോൾ ഒരേ കാര്യം, ഒന്ന് സമരത്തെ അനുകൂലിക്കുന്നവർക്കെതിരെ വാർത്ത കൊടുക്കുമ്പോൾ അതിവിടെ സൈബർ അറ്റാക്ക് എന്ന് വാർത്ത കൊടുക്കുന്നു. സമരത്തെ എതിർക്കുന്നവർക്കെതിരെ വാർത്ത കൊടുക്കുന്ന സമയത്ത് നടിക്ക് വിമർശനം എന്ന് വാർത്ത കൊടുക്കുന്നു. ഇതെന്ത് തരത്തിലുള്ള മാധ്യമധർമ്മമാണ്? അനുകൂലിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു മാധ്യമധർമ്മം, സമരത്തെ എതിർക്കുന്നവർക്ക് വേണ്ടിയിട്ട് വേറൊരു മാധ്യമധർമ്മം. ഇതാണ് മനോരമയുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇവിടെ കൊണ്ട് തീരുന്നില്ല മനോരമയുടെ ഇരട്ടത്താപ്പ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ CJP സമരത്തിൽ പോയ വയനാട് നിന്നുള്ള ഒരു അംജദ് അലി എന്ന് പറയുന്ന ഒരാളുടെ പ്രതികരണം. ആ പ്രതികരണത്തിൽ അയാൾ എന്താ പറയുന്നത്? ലോകാവസാനമായിട്ടുണ്ട്, ആ അവസാനത്തിന്റെ ലക്ഷണത്തിലാണ്, ആ സമയത്താണ് ഈ പാറ്റകളൊക്കെ വരുന്നത് എന്നാണ് അയാളുടെ ഒരു പ്രതികരണം വരുന്നത്. ആ പ്രതികരണം റിപ്പോർട്ട് ചെയ്ത മനോരമ, വീഡിയോ ആക്കി കൊടുത്ത മനോരമ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ, മണിക്കൂറുകൾക്കകത്ത് തന്നെ ആ പ്രതികരണം മുക്കി. എന്തുകൊണ്ട് മുക്കി? ഈ പ്രതികരണം സമരത്തെ ദോഷകരമായി ബാധിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണോ, അതോ ഈ പ്രതികരണം വന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ നിന്നുള്ള ഭീഷണി കിട്ടിയിട്ടാണോ, എന്താണെന്നറിയില്ല, മനോരമ ഈ വാർത്ത മുക്കി, മണിക്കൂറുകൾക്കകം മുക്കി. അപ്പൊ നോക്കണം, നമ്മുടെ കേരളത്തിലെ മാധ്യമധർമ്മം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അനുകൂലിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ധർമ്മം, അതേപോലെ തന്നെ പ്രതികൂലിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, എതിർക്കുന്നവർക്ക് വേണ്ടിയിട്ട് വേറൊരു ധർമ്മം. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മാധ്യമത്തിന്റെ ധർമ്മം തരാതരം എടുത്ത് പ്രയോഗിക്കുന്നു. ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് ഇത്ര വലിയ തോതിൽ അക്രമം നടന്നിട്ട് 120 പോലീസുകാർക്ക് പരിക്കേറ്റിട്ട് വനിതാ മാധ്യമ പ്രവർത്തകയെ അടക്കം അപമാനിച്ചിട്ടും ഒരക്ഷരം മിണ്ടാതെ പഞ്ചപുച്ഛമടക്കി യാതൊരു വിധത്തിലുള്ള അക്രമവും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സമരമാണിത്, സമാധാനത്തിൻ്റെതായിട്ടുള്ള സമരമാണെന്ന്
റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഒരു സഹജീവിയായിട്ടുള്ളൊരു ഒരു സഹപ്രവർത്തകയായിട്ടുള്ള ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചിട്ട് പോലും, സമരാനുകൂലികൾ അപമാനിച്ചിട്ട് പോലും ഇവർക്കൊരക്ഷരം പറയാൻ നാവ് പൊന്തുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരക്ഷരം പറയാൻ നാവ് പൊന്തുന്നില്ല. ആ മാധ്യമങ്ങളാണ് ഇതുപോലെയുള്ള ഇരട്ടത്താപ്പുകൾ. അതേപോലെ തന്നെ സമരത്തിന് എന്ത് വിധത്തിലും ഈ സമരത്തെ പരിപോഷിപ്പിക്കാം, ഈ സമരത്തെ വിജയിപ്പിക്കാം, ഇതുവഴി കേന്ദ്ര സർക്കാരിന് ഒരു അടി കൊടുക്കാം, മോദിയെ താഴെ ഇറക്കാം എന്നൊക്കെ വിചാരിക്കുന്ന മാധ്യമങ്ങൾ തരാതരം മാധ്യമധർമ്മം പ്രയോഗിക്കുകയാണ്. അവര് വാർത്തകൾ വളച്ചൊടിച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ ഒരേ സംഭവത്തിൽ തന്നെ ഒരിടത്ത് സൈബർ അറ്റാക്ക് എന്ന് പറയുന്നു, ഒരിടത്ത് വിമർശനം എന്ന് പറയുന്നു. അങ്ങനെ ഈ സമരത്തെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വാർത്തകൾ പറയാനുള്ള അവകാശമുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ ഒരേ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്? എന്തിനാണ് ഈ ഇരട്ടത്താപ്പ്? അപ്പൊ ഈ സമരത്തിന്റെ ഭാവി അതൊക്കെ വരുന്ന വഴിക്ക് വരട്ടെ. പക്ഷേ ഈ മാധ്യമങ്ങളുടെ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് അത് നമ്മൾ കാണാതെ പോകരുത്. നമസ്കാരം.